പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാനും നിങ്ങളുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തു പോകുന്നവരാണ്. നമ്മൾക്ക് ഒരുപാട് തെറ്റുകൾ പൊറുത്തു തരണേ, പാപങ്ങൾ പൊറുക്കണേ എന്ന് ദുആ ചെയ്യുന്നവരാണ്. നമ്മൾ ദുആ ചെയ്യാതെ തന്നെ നിമിഷ നേരം കൊണ്ട്, ഒരു 3-4 സെക്കൻഡ് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കടലിൻ്റെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും പുറത്തു തരുന്ന, ലക്ഷക്കണക്കിന് പാപങ്ങൾ പുറത്തു കിട്ടുന്ന, അത്ഭുതപ്പെടുത്തുന്ന ചില മന്ത്രോച്ചാരണങ്ങൾ, ചില ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൂടാതെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുന്ന, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല, അറിയാതെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഈ കാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുന്ന ഒരു 7 കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ? വെള്ളിയാഴ്ച രാവാണേ, പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലാൻ മറക്കണ്ട. ഇന്ന് നമുക്കൊരു സ്വലാത്ത് ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. അവസാനം വരെ കാണാൻ മറക്കണ്ട. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിൻ്റെ ത്വാഅത്തിലായി ദീർഘകാലം ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കെലിമ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മുത്ത് റസൂലിൻ്റെ ആ ഒരു വലിയ ആശീർവാദത്തോടുകൂടി ഈ ലോകത്ത് നിന്നും വിട പറയാനും ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്ന, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രതകളേറെ നിറഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഞാൻ നിങ്ങളുമുള്ളത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത നിരവധി ക്ലാസ്സുകളിലൂടെ നമ്മൾ പറഞ്ഞതാണ്, കേട്ടതാണ്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമാണ്. സ്വലാത്ത് ധാരാളമായി നമ്മൾ അൽഹംദുലില്ലാ ചൊല്ലി, അല്ലേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകളൊക്കെ ചൊല്ലി പലരുമൊക്കെ ദുആ ചെയ്തു കഴിഞ്ഞു. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ, ഇനിയുള്ള ദിവസങ്ങളിലും സ്വലാത്ത് കണ്ടമാനം എന്ന് നമ്മുടെ നാടുകളിൽ സാധാരണ പറയാറുണ്ട്. കണ്ടമാനം അതായത് ഒരുപാട് എന്ന്, ധാരാളമായി, അമിതമായി, ഒരുപാടെന്നല്ല അമിതമായി സ്വലാത്ത് ചൊല്ലേണ്ട ഒരു സമയത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അൽഹംദുലില്ലാ. സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് പറഞ്ഞാൽ, ഒരു സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ, ഒരു സ്വലാത്ത്. അപ്പോൾ ഈ സ്വലാത്ത്, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് 10 നന്മകൾ അല്ലാഹു എഴുതും. 10 തിന്മകൾ അവനെ തൊട്ട് അല്ലാഹു മായ്ച്ചു കളയും. 10 ദറജകൾ അല്ലാഹു തആല ഉയർത്തും. 10 ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി തരും. 10 ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും. ഇങ്ങനെ നിരവധി അനവധി ഹദീസുകളിൽ വ്യത്യസ്തമായ ഗുണങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളൊക്കെ എത്രയോ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് സ്വലാത്ത് ചൊല്ലുക. തെറ്റു പൊറുക്കപ്പെടുക മാത്രമല്ലല്ലോ, ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കുണ്ട്. ഞാനൊക്കെ ഒരുപാട് ആഗ്രഹം കണ്ട് ജീവിക്കുന്നവരാണ്. ആഗ്രഹം കണ്ട് ജീവിക്കുന്നു പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഹൈറായൊരു വീട് വേണം, അല്ലേ, നല്ലൊരു റാഹത്തായ കുടുംബജീവിതം വേണം, മക്കളൊക്കെ സ്വാലിഹായി കിട്ടണം. അതൊക്കെ നമ്മുടെ എല്ലാവരും, എനിക്ക് മാത്രമല്ല നമ്മളെല്ലാവരുടെയും ആഗ്രഹം അതാണ്, അല്ലേ. നല്ലൊരു ജീവിതം, രോഗങ്ങളില്ലാത്ത, അല്ലേ, വാപ്പാനെ ഉമ്മാനെയൊക്കെ ഖിദ്മത്ത് ചെയ്ത്, അതുപോലെ തന്നെ ഒന്ന് ഹജ്ജ് ചെയ്യണം, ഒരു ഉംറ ചെയ്യണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ വെച്ച് ജീവിക്കുന്ന നമുക്ക് ആഫിയത്ത് വേണം, ആരോഗ്യം വേണം. അപ്പോൾ എല്ലാ കാര്യത്തിനും പറ്റിയൊരു അമലാണ് സ്വലാത്ത്. അപ്പോൾ തെറ്റുകൾ പൊറുക്കപ്പെടുക മാത്രമല്ല, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായ വഴിയാണ് സ്വലാത്ത് ചൊല്ലുക. നമുക്കൊരു 3 സ്വലാത്ത് ഇപ്പോൾ ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ ഈ സ്വലാത്ത് നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ മുത്ത് റസൂലിന്റെ ശഫാഅത്ത് തരണേ അല്ലാ. ആ റസൂലിന്റെ റൗള സിയാറത്ത് ചെയ്യാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റഹ്മാനെ. ആ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള ഒരുപാട് ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ആ ആഗ്രഹം നീ സഫലീകരിച്ച് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യന്മാരായ നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവാനും അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ടാവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവാനും നമുക്ക് നബിയോട് ഇഷ്ടമുണ്ടാവാനും ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. അതായത് അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഇഷ്ടമുണ്ടാവാനും നമുക്ക് അവരോട് ഇഷ്ടമുണ്ടാവാനും ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കുറച്ചൊന്ന് പറയാം. അതായത് മനുഷ്യരിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാന്നറിയോ? മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മനുഷ്യന്മാർ 3 വിഭാഗമാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ദർജയാണ്. അതായത് നന്മ മാത്രം, തിന്മ എന്ന് പറഞ്ഞ സാധനം ഇല്ല, നന്മ മാത്രം, ഫുൾ ടൈം നന്മകൾ മാത്രം. അത് പ്രവാചകന്മാരാണ്, അള്ളാഹിനോട് അത്രമാത്രം അടുത്ത ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ തീരെ പടച്ചോനെ ശ്രദ്ധയില്ലാത്തവർ, തെറ്റുമാത്രം ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്തൊരു വിഭാഗമുണ്ട്, നന്മ ചെയ്യും, ചിലപ്പോൾ തിന്മയും പറ്റിപ്പോകും. തിന്മ പറ്റിയാൽ എന്ത് ചെയ്യും? അള്ളാഹുലേക്ക് ഏറ്റുപറയും, എന്നിട്ട് വീണ്ടും നന്മ ചെയ്യും, പിന്നെയും തെറ്റുകളൊക്കെ ചെയ്തു പോകും, അള്ളാഹിനോട് തൗബ ചെയ്യും. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. അള്ളാഹ്ക്ക് ഇവരോട് പ്രത്യേകമായ ഇഷ്ടമാണ്. കാരണം മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ബലഹീനനാണ്. അപ്പോൾ അവൻ്റെ ഈമാൻ പലപ്പോഴും കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ചെയ്തു പോകുന്ന തെറ്റുകളുണ്ടെങ്കിൽ അത് അള്ളാഹിനോട് ഏറ്റുപറഞ്ഞിട്ട് ദുആ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഭാഗം ഇവിടെ ഹദീസിൽ കാണാം, കുല്ലു ഇബ്നു ആദമ ഖത്താ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്ന ആളുകളാണ്. തൗബ എങ്ങനെ ചെയ്യുന്നത്? അവൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ അബദ്ധങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് തൗബ ചെയ്യുന്ന ആളുകൾ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്നാണ്. ഒരു അബദ്ധം മഹാനവറുകൾക്ക് പറ്റി, ഒരു പിഴവ് പറ്റി. അതിന് മഹാനവറുകൾ ചെയ്തത് എന്താണ്? ദുആ ചെയ്തു, പാപമോചനം തേടി. എങ്ങനെ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതൊരു ദുആയാണ്, അതൊരു തൗബയാണ്, അതൊരു ഇസ്തിഗ്ഫാറിന്റെ വചനമാണ്. നമുക്കും ഒക്കെ അത് പറയാൻ പറ്റും. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ നമ്മൾ എപ്പോഴും അധികരിപ്പിക്കുക. നമ്മളെ വല്ലുപ്പ പറഞ്ഞ ദുആയാണ് അല്ലേ? അതുകൊണ്ട് നമ്മളിത് എപ്പോഴും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വെള്ളിയാഴ്ച രാവാണല്ലോ. ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു തരുന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ഹദീസ് വന്നത്. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നും പറയാം. ഈ ഒരു ഹദീസിൽ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും പകലിലും ഈ ഒരു ദിക്ർ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക. കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് തെറ്റുകൾ പൊറുക്കപ്പെടുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. കുറഞ്ഞ സെക്കൻഡുകൾ, 3 സെക്കൻഡ് 4, അതായത് ആ വാചകം പറയാൻ എത്രയാണോ നമുക്ക് ടൈം എടുക്കുന്നു അത്രയും ടൈമുള്ളൂ. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതായത് ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഒരു ദിക്ർ പറഞ്ഞു തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് ഒരു 3 സെക്കൻഡ്. അപ്പോൾ ഈ 3 സെക്കൻഡ് മതി ഇപ്പോൾ നമുക്കിത് പറയാൻ. അപ്പോൾ ഈ ഒരു ദിക്റുകൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. അത് തന്നെ ഏറ്റവും വലിയ ഗുണമല്ലേ? പാപങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആഖിറത്ത് ചെല്ലുമ്പോൾ എന്താ? വളരെ സിമ്പിളാണ്, നേരെ സ്വർഗത്തിലേക്ക് കിടക്കാം. അല്ലാഹു തആല സ്വർഗത്തിൻ്റെ അവകാശികളിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ, ഈ സമയത്ത് നമ്മുടെ തെറ്റുകളൊക്കെ അല്ലാഹു തആല പുറത്തു തരാനുള്ള ചില വഴികളാണ് നമ്മൾ പറയാൻ ഒരുങ്ങുന്നത്. ഒന്നാമത്തേത് നല്ലവണ്ണം ദുആയാണ്. ആ ദുആയിൽ പെട്ടതാണ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ഒരു ദുആ. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അതും ഒരു ദുആയാണ്. അപ്പോൾ ഈ ദുആകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി അധികരിപ്പിക്കുക. അള്ളാഹിനോട് പറയുക, അല്ലാഹുവേ പടച്ചോനെ, മലയാളത്തിൽ പറഞ്ഞാൽ മതി, പടച്ചോനെ പുറത്തു തരണേ അല്ലാ, അങ്ങനെ പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം അഫ്ഷുസ്സലാമ ബൈനക്കും, സലാമിനെ വ്യാപിപ്പിക്കുക എന്നാണ്. സലാമിനെ വ്യാപിപ്പിക്കുക.
മക്കൾ മാതാപിതാക്കളെ കാണുമ്പോൾ, മാതാപിതാക്കൾ മക്കളെ കാണുമ്പോൾ, ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ, അതുപോലെ സഹോദരി സഹോദരന്മാർ കൂട്ടുകാർ തമ്മിലെ കാണുമ്പോൾ സലാം പറയൂലേ? പറ്റുമെങ്കിൽ സലാം പറയുന്നതോടൊപ്പം തന്നെ കൈ കൊടുക്കുക എന്നാണ്. കൈ കൊടുക്കുക. ഈ കൈ കൊടുക്കുമ്പോൾ നമ്മൾ മുസാഫഹ ചെയ്യുന്ന സമയത്ത് ഒരാൾ സലാം പറഞ്ഞ് മുസാഫഹ, രണ്ടുപേർ തമ്മിൽ മുസാഫഹ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലൂടെ അവർ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു തആല ഒഴുക്കിക്കളയുമെന്നാണ്, പുറത്തു തരുമെന്നാണ്. അപ്പോൾ ആ ഷെയ്ഖ് ഹാൻഡിന് വലിയ പ്രത്യേകതയുണ്ട് ഇസ്ലാമിൽ. സ്നേഹം ഉറപ്പിക്കാൻ അത് കാരണമാകുമെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അഫ്ഷു സലാമ ബൈനക്കും, സലാം വ്യാപിപ്പിക്കണമെന്നാണ്. ഈ പുക ഇങ്ങനെ വ്യാപിക്കുന്നത് പോലെ വ്യാപിപ്പിക്കണമെന്നാണ്. എങ്ങനെ? നമുക്ക് എല്ലാവരോടും സലാം പറയുക. നമുക്ക് സലാം പറയാൻ പറ്റുന്നവരോടൊക്കെ സലാം പറയുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള ഒരു സിമ്പിൾ വഴി ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, അതായത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെ ഇറങ്ങുമെന്നാണ്. അതായത് അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ്. കാരണം അത്രമാത്രം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിയുന്നതോടുകൂടി, അല്ലെ, ഈ കല്യാണത്തെ പറ്റി പറയുന്നത് എന്താണ്? ഈ കല്യാണം കഴിച്ച ഒരു മനുഷ്യൻ അവൻ ദീനിൻ്റെ 2/3 പൂർത്തിയാക്കിയെന്നാണ്. എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത്? കല്യാണം കഴിച്ചപ്പോൾ തന്നെ പൂർത്തിയായെന്നല്ല, പിന്നീടുള്ള കുടുംബജീവിതത്തിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ആ ദീനിൻ്റെ 2/3 പൂർത്തിയാവുക. എങ്ങനെ? അവർ പരസ്പരമുള്ള ആ ഒരു സ്നേഹം, ആ അനുകമ്പ, ആ ഇഷ്ടം, അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്ന് പരസ്പരം നോക്കി ഒന്ന് ചിരിക്കുക. നമ്മളിപ്പോൾ ചിരിക്കാറുണ്ടല്ലോ, പക്ഷെ ആയിക്കോട്ടെ, നമ്മൾ ചിരിക്കാറുണ്ട്. ആ ചിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന പ്രതിഫലം കുടുംബജീവിതത്തിൽ അതാണ്. കുടുംബജീവിതത്തിൻ്റെ പ്രതിഫലം അത് തീരാത്തതാണ്. അതിങ്ങനെ ഒരാൾ ദുനിയാവിൽ കല്യാണം കഴിക്കുന്നതോടെ ആ ഒരു ബന്ധം അത് സ്വർഗത്തിലാണ് പോയി അവസാനിക്കുന്നതെന്ന്. ഇപ്പം നമ്മൾ നിസ്കരിക്കുന്നു, അല്ലേ? ഞാനും നിങ്ങൾ ഇന്ന് സുബഹി നിസ്കരിച്ചു, ഇനി നമ്മൾ ളുഹർ നിസ്കരിക്കാൻ പോകുന്നു, അസ്ർ നിസ്കരിക്കാൻ പോകുന്നു. നിസ്കാരം നമ്മൾ മരിച്ചാൽ തീർന്നു. നമ്മൾ ഇന്ന് മരിച്ചാൽ ഇന്നത്തെ സുബഹിയോടുകൂടി അല്ലെങ്കിൽ ഇന്നത്തെ ളുഹറോടുകൂടി നമ്മുടെ നമസ്കാരം തീർന്നു. പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നില്ല. പക്ഷെ കുടുംബജീവിതം അങ്ങനെയല്ല. പിന്നെ നാളെ ആഖിറത്തിൽ ചെന്നാലോ നാളെ സ്വർഗത്തിൽ ചെന്നാലോ നിസ്കാരമൊന്നുമില്ല, പിന്നെ അതുപോലെ നോമ്പില്ല, സക്കാത്തില്ല, ഒന്നുമില്ല. പിന്നെ ഉള്ളത് എന്താ? ഈ കുടുംബജീവിതം എന്ന ആ ഒരു ഇബാദത്തുണ്ടല്ലോ, അതൊരു ഇബാദത്താണ്. അത് നമുക്ക് നാളെ സ്വർഗത്തിൽ, ഇവിടെ സന്തോഷത്തോടു കൂടിയാണ് കുടുംബത്തിൽ കഴിഞ്ഞതെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയെ നമുക്ക് സ്വർഗത്തിൽ കിട്ടും, നമ്മുടെ ഭർത്താവിനെ സ്വർഗത്തിൽ കിട്ടുമെന്നാണ് പറഞ്ഞു വന്നത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ്. നസലതു ബിഹിമുർ റഹ്മ എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കൈകൾ ചേർത്ത് പിടിച്ചാൽ തന്നെ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്നാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലല്ലോ. നമ്മൾ ഭാര്യയുടെ കൈ പിടിക്കും, പക്ഷേ അവിടെ എന്താണ്? സുന്നത്താണെന്നാണ്. ഭാര്യ ഭർത്താക്കന്മാർ പറയുന്ന ചില തമാശകളുണ്ടല്ലോ, അല്ലേ? അത് രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ തമാശകൾ പറഞ്ഞ് ചിരിക്കൂലേ, അതുപോലും അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നാണ്. കാരണം അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം എന്താണ്? ആ ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അവരെ ഹലാലായി കിട്ടിയതാണ്. അപ്പോൾ ആ ബന്ധം അത് സന്തോഷത്തോടുകൂടി കളിച്ചിരി തമാശകളൊക്കെ നിറഞ്ഞ ആ ഒരു ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞാൽ, അല്ലെ, ത്വലാക്ക് സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെ അർശ് പോലും വിറയ്ക്കുമെന്നാണ്. അത്രമാത്രം വളരെ ഗൗരവമാണ് കാര്യം. എന്നാൽ ആ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുമ്പോൾ, ഇഷ്ടപ്പെടുമ്പോൾ, എന്തിന്? നമ്മുടെ മണിയറയിൽ നമ്മുടെ രഹസ്യമായി നമ്മൾ ഭാര്യയോട് സംസാരിക്കുന്ന ചില സംസാരങ്ങളുണ്ടല്ലോ, ഭാര്യ ഭർത്താവ് മാത്രം സംസാരിക്കുന്ന ചില സംസാരങ്ങൾ, അതുപോലും തസ്ബീഹുകളായി രേഖപ്പെടുത്തുമെന്ന് പോലുമൊക്കെ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ സുന്ദരമായ ചില മൊമെൻറ്റുകളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാൽ ഫഖദ് അഖറസ സുലുസൈ ദീനി, അവൻ്റെ എന്താണ്? ദീനിൻ്റെ 2/3 പൂർത്തിയാക്കിയെന്ന്. അപ്പോൾ അതാണ് മൂന്നാമത്തെ. 4, ഒരാൾ വുളു എടുക്കുക. വുളു എടുക്കുന്ന സമയത്ത് റാഹത്താണ്. അവൻ വായ കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ, അവൻ തല തടകുമ്പോൾ, ചെവി തടകുമ്പോൾ, കാല് കഴുകുമ്പോൾ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ ഇങ്ങനെ പൊറുക്കപ്പെടുമെന്നാണ്. ആ വെള്ളത്തിലൂടെ അങ്ങോട്ട് ഒലിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് വുളു നിത്യമാക്കുന്നവരിൽ ഞാനും നിങ്ങളും പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെയോ മറ്റൊരു കാര്യമാണ് നിസ്കാരം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു മരം, ആ മരത്തിൽ പിടിച്ച് നബിതങ്ങൾ ഇങ്ങനെ ശക്തിയായി കുലുക്കി. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ താഴേക്ക് വീഴുന്നു. ഇതെന്താണെന്നറിയോ? അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല നബി, എന്താ ചെയ്യുന്നത്? ഞാൻ ഈ മരത്തിൽ പിടിച്ച് കുലിക്കിയപ്പോൾ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ താഴേക്ക് വീണില്ല. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ ഈ ഇലകൾ ഇങ്ങനെ കൊഴിയുന്നത് പോലെ അവൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു തആല കൊഴിച്ചു കളയുന്നതാണ്.
ആറാമത്തെ കാര്യം സ്വതക്കകൾ അധികരിപ്പിക്കുക. ഒരു മനുഷ്യൻ സ്വതക്ക ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ്റെ തെറ്റുകൾ പൊറുക്കും. റബ്ബ് എന്നാണ്, അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ടുള്ള കാവലാണ് സ്വതക്ക. ചെയ്തു പോകുന്ന തെറ്റുകൾ മായ്ക്കപ്പെടാനുള്ള ഒരു എന്താ പറയുക, റബ്ബറാണ് അല്ലേ, റേസറാണ് എന്ത് നമ്മുടെ സ്വതക്ക. അതുകൊണ്ട് സ്വതക്കകൾ പരമാവധി കൊടുക്കുക. ഏഴാമത്തെ ദിക്ർ ഔറാദുകൾ അധികരിപ്പിക്കുക അല്ലേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുമുണ്ട്. യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് രണ്ട് രൂപത്തിലും രണ്ട് റിവായത്ത് വന്നിട്ടുണ്ട്. ഹദീസിൽ രണ്ട് രൂപത്തിലുമുണ്ട്. ഏത് രൂപത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ, നമ്മളറിയാതെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്ന 7 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു തരട്ടെ. വിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. സുന്നത്തുകൾ ധാരാളം നമുക്ക് എടുക്കാനുണ്ട്, ചെയ്യാനുണ്ട്. സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ദിക്ർ ഔറാദുകൾ ചെയ്യുക, ഖുർആൻ ഓതുക, മറ്റ് സുന്നത്തായ കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി ദുആവസിയത്തുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ, ആരെല്ലാം എന്തെല്ലാം ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ. വിഷമ പ്രയാസങ്ങൾ മാറ്റി തരണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളെ കിടത്തിക്കളയുന്ന രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. എല്ലാവിധ നന്മയും തരണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ മുഅ്മിനീങ്ങളെ, നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ വെള്ളിയാഴ്ചയാണ്. സുന്നത്തായ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു പോകണ്ട. സൂറത്തുൽ കഹ്ഫിൻ്റെ കാര്യം വിട്ടു പോകണ്ട. മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ, അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതാൻ ഒന്നും മറന്നു പോകരുത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.